ദിവസം ക്ലാസ്സിൽ മിയയും യങ്ങും തനിച്ചായിരുന്നു. സാധാരണ ഈ സമയത്ത് എല്ലാവരും ക്ലാസ്സിൽ എത്തേണ്ടതാണ്. ഇന്നിപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് മിയ ക്ലാസ് ക്യാൻസൽ ചെയ്തോന്ന് ആരോടെങ്കിലും ചോദിക്കാന്ന് യങ്ങിനോട് പറഞ്ഞു. ക്ലാസ് റെപ്പിന് മെസ്സേജ് അയച്ചപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്യാൻസൽ ചെയ്തു, ക്ലാസ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടല്ലോ എന്നാണ് റിപ്ലൈ വന്നത്. ഇത്രയും പേരുള്ള ക്ലാസ് ഗ്രൂപ്പിൽ ഇവർ രണ്ടാളും മാത്രമാണ് ഇല്ലാത്തത്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ടാളും കോഫിയും കുടിച്ച് നാട്ടുവർത്താനം പറയുന്നുണ്ട്. കൂടെ തങ്ങൾക്ക് ഏതു തരം പയ്യന്മാരെയാണ് ഇഷ്ടമാണെന്നൊക്കെ അവർ സംസാരിച്ചു. രണ്ടാളും ഒരു കാര്യം മാത്രം കോമൺ ആയിട്ട് സമ്മതിക്കുന്നുണ്ട്, സൈസ് മാറ്റേഴ്സ്. രാത്രി യങ് ഫോട്ടോഗ്രാഫറിന്റെ കൂടെ പുറത്തുപോയി. ലോക്കിൽ പേരെഴുതി പൂട്ടിയിടുന്ന പരിപാടിയില്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഫോർ എവർ ആൻഡ് എവർ നിന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് അവൻ പേരെഴുതി ലോക്ക് ചെയ്തു. യങ് ഇവൻ കുറച്ച് ഓവർ അല്ലേ എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്നു. നാമ് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കാനായിട്ട് കൈ നീട്ടിയപ്പോ യങ് നമ്മളെ ആരെങ്കിലും കാണും എന്നൊക്കെ പറഞ്ഞു. എന്നാ പെട്ടെന്ന് വന്നങ്ങ് കെട്ടിപ്പിടിച്ചോ എന്ന് നാമ് പറഞ്ഞു. യങ്ങും അവനെ പോയി കെട്ടിപ്പിടിച്ചു. നാമശേഷം 2 മോതിരം യങ്ങിന് നേരെ കാട്ടി. നമ്മുടെ ഫസ്റ്റ് പ്രോമിസ് റിംഗ് ആണ് എന്ന് പറഞ്ഞ് നാമ് അത് യങ്ങിന്റെ വിരലിലേക്ക് അണിഞ്ഞു കൊടുത്തു. ഇതിനൊക്കെ നല്ല പൈസയായി കാണുമല്ലോ, നമ്മൾ പുറത്തു പോകുമ്പോഴെല്ലാം ചെലവ് നീയാ എടുക്കുന്നേ. അതൊന്നും സാരയില്ല, നീ പഠിച്ചോണ്ടിരിക്കുവല്ലേ, നിനക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നീ എനിക്ക് എന്തേലും വാങ്ങി തന്നാ മതി. ഇത് കഴിഞ്ഞ് യങ് അവന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത് ആ റിങ് കാട്ടിക്കൊടുത്തു. ഇവന്റെ ഫ്രണ്ട്സ് ആണേലും ഇത് കണ്ടിട്ട് ഓഹോ ഇത് വൈറ്റ് ഗോൾഡ് ആണല്ലോ, അവന് നിന്നോട് അസ്ഥിക്ക് പിടിച്ച പ്രേമമാണെന്നാ തോന്നണേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ യങ്ങിന് ഇപ്പോഴും നാമിനോട് അത്ര പ്രേമമൊന്നും തോന്നുന്നില്ലായിരുന്നു. അവൻ ആ റിങ് തിരിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ അവന്റെ ഫ്രണ്ട്സ് അതിന് സമ്മതിച്ചില്ല. നിനക്കിത് ഇടാൻ ഇഷ്ടമല്ലേല് നീ അവനെ കാണാൻ ചെല്ലുമ്പോ മാത്രം ഇട്ടാ മതി, നീ വെറുതെ അവനെ വിഷമിപ്പിക്കാതെ. ശരി എന്നും പറഞ്ഞ് യങ് അവിടെ ഇരുന്നപ്പോ മിയയുടെ മെസ്സേജ് വന്നു. നമുക്ക് ക്ലബിൽ പോവാം, ബാ നമുക്ക് പോയി അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ്. അവരങ്ങനെ ക്ലബിൽ പോയി. അവിടെ ചെന്നപ്പോൾ യങ്ങിന് ഉണ്ടായിരുന്ന ഫ്രസ്ട്രേഷനൊക്കെ എങ്ങോ പോയി. മിയ അവിടെ ഉണ്ടായിരുന്ന DJനെ നോക്കി ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. യങ് അവിടെ കണ്ട ഒരു ചെക്കനുമായി ഡാൻസ് ചെയ്യാനും തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് മിയ അവനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആദ്യം അവൻ സമ്മതിച്ചില്ലേലും അവള് അവനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നെ രണ്ടാളും അവിടെ ഇരുന്ന് അവരുടെ എക്സുകളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അവരങ്ങനെ പയ്യെ പയ്യെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറി. യങ് ശേഷം തൻ്റെ സാധനങ്ങളെല്ലാം അവിടേക്ക് കൊണ്ടുവന്ന് മിയയുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരങ്ങനെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയപ്പോൾ മിയ തൻ്റെ അമ്മ കോൾ ചെയ്യുന്നത് കണ്ട് വല്ലാണ്ടായി. അവൾ ആ കോൾ എടുക്കാണ്ട് ഞാൻ സിഗരറ്റ് വാങ്ങി വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട് അവന് മാത്രമല്ല അമ്മയുമായിട്ട് പ്രശ്നം, മിയയും തന്നെ പോലെയൊക്കെ തന്നെയാണ്, ഞങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണെന്ന്. യങ്ങിന്റെ 2 കൂട്ടുകാര് മിലിറ്ററി ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് അവസാനമായിട്ട് അവര് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിക്കുന്നുണ്ട്. നാമും അവരെയൊക്കെ കണ്ട് അവിടെ സന്തോഷത്തോടെ ഇരുന്നു. അവരെല്ലാവരും നാമിനെ ഒരു പാട്ട് പാടാൻ നിർബന്ധിച്ചു. നാമ് അങ്ങനെ പഴയ ഒരു പാട്ട് പാടി. ഇത് കേട്ട് അവർക്ക് എല്ലാവർക്കും ബോറടിച്ചു. യങ് അതുകൊണ്ട് ആകെ നാണം കെട്ട പോലെയായി. പുള്ളി ഇവന്റെ വൈബല്ലാന്ന് അവന് മനസ്സിലായി. തിരിച്ചു പോകുന്ന വഴി എന്റെ പഴഞ്ചൻ പാട്ട് കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചു കാണുമല്ലേ, സോറി എനിക്ക് പഴയ പാട്ടെന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ഇനി മുതൽ പുതിയ പാട്ടൊക്കെ പഠിച്ചോളാം എന്ന് നാമ പറയുന്നുണ്ട്. യങ്ങിന്റെ മുഖം കണ്ട് എന്താ നിന്റെ മൂഡ് ശരിയല്ലല്ലോ, ഞാൻ കാരണമാണോ, സോറി. യങ്ങാണെ നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ സോറി പറയണേ, ഞാൻ നോക്ക് നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം. നാമിന് ഇത് കേട്ടങ്ങ് സഹിക്കാൻ പറ്റിയില്ല. നീ എന്താ ഈ പറയണേ, ഞാൻ ആ പാട്ട് പാടിയിട്ടാണോ, ഞാൻ ഇച്ചിരി ഓൾഡ് ഫാഷൻഡ് ആണ് എനിക്കറിയാം, പക്ഷേ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടോ, ഇതാണോ സ്നേഹം? നിന്റെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, എനിക്കെന്താ ഇഷ്ടമാണെന്ന് പോലും നിനക്ക് അറിയില്ല. നാമ് തൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു. എന്നാൽ യങ് ആണെങ്കിലോ, നീ എന്തിനാ നിന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റണേ, നിന്നെപ്പോലെ തന്നെയുള്ള ഒരാളെ ഡേറ്റ് ചെയ്താൽ പോരെ, അതല്ലേ എളുപ്പം. നീ എന്തിനാ ഇത്ര ക്രൂരനാവണേ, ഞാൻ പറഞ്ഞില്ലേ ഞാനെല്ലാം ശരിയാക്കിക്കോളാത്, നിനക്കെന്താ എൻ്റെ വിശ്വാസം ഇല്ലേ? എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ആർക്കും ശല്യമായിട്ടില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നോക്ക്, നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല, സോറി. ഞാമാണേൽ എനിക്ക് നീ അല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങോ എനിക്കതിന് പറ്റും, നീ ഇനി എന്നെ വിളിക്കരുത്, മനസ്സിലായോ, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. തിരിച്ചു പോകുന്ന വഴിയിൽ മിയ അവനെ ഫോൺ ചെയ്തു. അവൻ ഫോൺ എടുത്ത പാടെ എടാ യങ്ങേ വാടാ ഇങ്ങോട്ട്, വേഗം വാ. വരാനോ? എങ്ങോട്ട് വരാൻ? പോലീസ് സ്റ്റേഷനിലേക്ക് വേഗം വാട ചേർക്ക. ഇത് കേൾക്കേണ്ട താമസം അവൻ നേരെ സ്റ്റേഷനിലേക്ക് ഓടി. അവിടെ മിയ ഏതോ ഒരുത്തനുമായിട്ട് പൊരിഞ്ഞ തല്ല്. അവളെ കയറി പിടിച്ചവനിട്ട് നല്ല അടി കൊടുത്തിട്ട് നിൽക്കുവാണ് മിയ.
എന്നിട്ട് ദേഷ്യം മാറാണ്ട് അവള് പിന്നെയും അവനെ അടിക്കാൻ പോയി. പിടിച്ചു മാറ്റാൻ ചെന്ന യങ്ങിനും കിട്ടിയ ഒരിടി. തിരിച്ച് റൂമിലെത്തിയ യങ്ങിന് മനസ്സിലായി അവളുടെ അമ്മയായിട്ടുള്ള എന്തോ പ്രശ്നം കാരണമാണ് പുള്ളിക്കാരി മൊത്തത്തിൽ മൂഡ് ഓഫ് ആയെന്ന്. അവൾക്കാണെങ്കിൽ തന്റെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഇതിനിടയ്ക്ക് അവളെ ഒരുത്തൻ ഫോൺ വിളിച്ചു. ഫോൺ എടുത്ത്, ബേബി എനിക്കിന്ന് വരാൻ പറ്റില്ല, നീ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്ക്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവള് ഫോൺ കട്ട് ചെയ്തു. ഈ കുണ്ടാമണ്ടികൾക്കിടയ്ക്കൊക്കെ തന്നെ നിനക്ക് പ്രേമിക്കാൻ പോണോ? ഇത് മറ്റേ DJ ആണ് അല്ലേ? നീ എന്തിനാ അവനെ ഡേറ്റ് ചെയ്യാൻ പോണേ? അവന് നിന്നെ സെക്സ് ചെയ്യാൻ മാത്രം മതിയെന്നല്ലേ നീ പറഞ്ഞത്? ഇതൊക്കെ ഒരു നേരം പോക്കല്ലടാ എന്ന് പറഞ്ഞ് അവൾ അതൊന്നും കാര്യമാക്കിയില്ല. ദിവസം ചെല്ലും തോറും അവർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മിയയ്ക്ക് യങ്ങിന്റെ ഒരു ബുക്ക് കിട്ടി. അതിനുള്ളില് അവൻ എന്തൊക്കെയോ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. മിയ തന്റെ കള്ളകുടിയൊക്കെ സൈഡാക്കി പാർട്ട് ടൈം ജോബിന് പോവാൻ തുടങ്ങി. അവള് വർക്ക് ചെയ്യുന്ന കഫേയിലുണ്ടായിരുന്ന ഒരുത്തൻ മിയയോട് ചെന്ന്, എനിക്ക് നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടമായി, നിനക്ക് ലവർ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അവളാണേല് ചെക്കനെ ഇഷ്ടമായിട്ട് എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടെ ഒരു ബാറിലേക്കൊക്കെ പോയി. തിരിച്ചെത്തിയ മിയ, നിന്റെ ആ ബുക്കിലുണ്ടായിരുന്ന നോവലില്ലേ, അത് നല്ലതായിരുന്നു, നീ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടിയില്ലേ, നല്ല ബുക്ക് എഴുതി ജീവിക്കടാർക്കാ, നിനക്ക് നല്ല കഴിവുണ്ട് എന്ന് യങ്ങിനോട് പറഞ്ഞു. നീ എന്തിനാടി അതൊക്കെ എടുത്ത് വായിക്കാൻ പോയേ? അല്ല, നീ ആ കഫേയിൽ വെച്ച് കണ്ട ടാറ്റു ചെക്കനെ ഡേറ്റ് ചെയ്യാൻ പോവാണോ? നോക്കാം. അല്ല നിന്റെ കാര്യോ? നീ ആ ബാറിലെ ഒരുത്തൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ, അവന്റെ കൂടെ നീ ഇപ്പൊ ഡേറ്റ് ചെയ്യാണോ? ഞങ്ങളിപ്പോഴും ഡേറ്റിങ്ങിലാണ്, നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്ത് നോക്കാൻ, 2 ആഴ്ച കഴിഞ്ഞ് നീ ഇങ്ങ് ബ്രേക്കപ്പ് ആയിട്ട് വന്നോളൂ, എനിക്ക് അറിഞ്ഞൂടെ മോനെ നിന്നെ എന്ന് മിയ പറഞ്ഞു. അവളുടെ കരുനാക്ക് കൊണ്ടാണോ എന്തോ ആ ഇൻഫ്ലുവൻസറും അവനോട് ബ്രേക്കപ്പ് പറഞ്ഞു. അങ്ങനെ ആകെ സങ്കടമായി അവിടെ ഇരുന്ന് മോങ്ങാൻ തുടങ്ങി. അപ്പോഴുണ്ടടാ നാമ മെസ്സേജ് ഇട്ടേക്കുന്നു. വേർപിരിയലിന്റെ വേദനയിൽ മാത്രമാണ് നമ്മൾ പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കുന്നത്. ജോർജ് എലിയട്ട്. ബ്രേക്കപ്പിന് ശേഷം നാമ് ഇതുപോലെ മെസ്സേജസ് അവൻ അയക്കുന്നുണ്ടായിരുന്നു. നാമിന് ഇതെല്ലാം കൂടെ കണ്ട് ആകെ ഭ്രാന്ത് വന്നു. ഇന്നൊരു വൃത്തികെട്ട ദിവസമായിരുന്നു, വാ നമുക്ക് വെള്ളം അടിക്കാന്ന് പറഞ്ഞ് യങ് റൂമിൽ കയറിയപ്പോ മിയ ബാത്റൂമിൽ നിന്ന് പണ്ടാരടങ്ങാനായിട്ട് എന്ന് പറഞ്ഞ് ഒരു അലർച്ച. സംഭവം എന്താണെന്ന് വെച്ചാൽ അവള് പ്രഗ്നന്റ് ആണ്. ആരായിരിക്കും ഇതിന് കാരണക്കാരൻ? ഇതിന്റെ ബാക്കി എന്താണെന്ന് അറിയാൻ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.